ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡിലെ IT ആക്ടിവിറ്റി കാർഡാണ്. നമ്മൾ ആദ്യത്തെ വർക്ക്ഷീറ്റുള്ള കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടാണ് ഇൻഫോർമേഷൻസ് പ്രോസസ്സ് ചെയ്യുന്നത്. ആ ഇൻഫോർമേഷൻസ് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഇൻഫോർമേഷന് ഇൻപുട്ട് എന്നും ഒരു ഡാറ്റ കമ്പ്യൂട്ടറിൽ നിന്ന് എടുക്കുന്നതിന് ഔട്ട്പുട്ട് എന്നാണ് പറയും. ദ ഡിവൈസ് വിച്ച് യൂസ് ടു ഇൻപുട്ട് എ ഡാറ്റ ആൻഡ് റിട്രീവ് ദ ഔട്ട്പുട്ട് will vary depend upon the type of information. നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻ അനുസരിച്ചിട്ട്, അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ഡാറ്റ കിട്ടുന്നത്. ഇവിടെ ഒരു ഇൻപുട്ട് ഡാറ്റേനെ പ്രോസസ്സ് ചെയ്തിട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡിവൈസസ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണ്. കീബോർഡ്, ഈ സെക്കൻഡ് കാണുന്നതാണ് മൈക്രോഫോൺ, സ്കാനർ. ഇതൊക്കെ ഇൻപുട്ടാണ്. ഇത് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഏതിലാണ്? മോണിറ്റർ, സ്പീക്കർ, പ്രിൻ്ററിലാണ്. ഇത്രയും കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ഒരു ടേബിളിൽ ഇൻപുട്ട് ഡിവൈസും തന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് ഡിവൈസും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളോട് നോട്ടിൽ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സ്പീക്കറിനെയും മോണിറ്ററിനെയും പ്രിൻ്ററിനെയും പറ്റി ഒരു നോട്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്പീക്കർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? The purpose of speakers is to produce audio പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പീക്കർ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഔട്ട്പുട്ട് ദാറ്റ് ക്യാൻ ബി ഹിയർഡ് ബൈ ദ ലിസണർ. നമുക്ക് എന്താണ്, ലിസണർക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നത് ഈ ഒരു സ്പീക്കർ കൊണ്ടാണ്. മോണിറ്റർ എന്ന് പറയുന്നത് എന്താണ്? മോണിറ്റർ എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. അത് ഡിസ്പ്ലേ ചെയ്യും വീഡിയോ, ഇമേജസ് ആൻഡ് ടെസ്റ്റും വീഡിയോ ഇമേജസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോണിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഡിവൈസ് യൂസ് ചെയ്യുന്നത്. പ്രിൻ്റർ എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. പേപ്പർ ഡോക്യുമെൻറ്റ്സിനെയും അതുപോലെ തന്നെ ആ പേപ്പർ ഡോക്യുമെൻറ്റ്സിലെ ടെസ്റ്റ് ഡോക്യുമെൻറ്റും ഇമേജിൻ്റെ ഒക്കെ കോമ്പിനേഷൻസിനെയൊക്കെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രിൻ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൻ്റെ യൂസേജ് എന്താണെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? സെക്കൻഡ് വർക്ക്ഷീറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വിഷ്ണു എന്ത് ചെയ്തു? ടൈപ്പ് ചെയ്തു ഒരു കംപ്ലീറ്റ് നോട്ട് ടീച്ചർ തന്നത്. ഇൻ കണക്ഷൻ വിത്ത് ദ ലെസണിങ് ലിബർ ഓഫീസ് റൈറ്റർ, ഈ ഒരു ഓഫീസ് റൈറ്റിലാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നൗ ഹി ഹാസ് ടു മേക്ക് അട്രാക്റ്റിംഗ് പ്രിൻറ്റിങ്. അവൻ എന്ത് ചെയ്യണം? ഒരു അട്രാക്റ്റീവ് പ്രിൻറ്റിങ് ചെയ്യണം. അപ്പോൾ ഫോർ ഇറ്റ് ഹി ഹാസ് ടു ഫോർമാറ്റ് ദ ടെസ്റ്റ് എന്ത് ചെയ്യണം? ഫോർമാറ്റ് ചെയ്യണം. അപ്പോൾ ഹൗ ക്യാൻ ഹി കംപ്ലീറ്റ് ദ ആക്ടിവിറ്റി? അവൻ എങ്ങനെയാണ് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഇമേജ് തന്നിട്ടുണ്ട്. ആ ഒരു ഇമേജിൽ പാരഗ്രാഫിന് എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ ഒരു ടേബിൾ നൽകിയിട്ടുണ്ട്. ആ ടേബിളിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ ICT ടെക്സ്റ്റ് ബുക്ക് ഫസ്റ്റ് ചാപ്റ്റർ യൂസ് ചെയ്തിട്ട് ഈ ഒരു ആക്ടിവിറ്റിയും അതിൻ്റെ സ്റ്റെപ്സും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദ സ്റ്റെപ്സ് ഫോർ അഡ്ജസ്റ്റിംഗ് ദ സ്പേസിംഗ് ബിറ്റ്വീൻ ലൈൻസ് ടു സിംഗിൾ. അതായത് സിംഗിൾ ലൈൻസിൻ്റെ ഇടയിലുള്ള ഈ ഒരു ലൈൻ സ്പേസിങ്ങിൻ്റെ സ്റ്റെപ്സാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പാരഗ്രാഫ് വിൻഡോയിൽ ഇൻഡെൻ്റ് ആൻഡ് സ്പേസിംഗ് ടാബ് എടുക്കുക. അതിൽ സെലക്ട് ലൈൻ സ്പേസിംഗ് ആസ് സിംഗിൾ എടുത്തതിൻ്റെ ശേഷം ഓക്കെ ബട്ടൺ നിൽക്കുക. അപ്പോൾ ബാക്കിയുള്ള ആക്ടിവിറ്റിയും അതിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അടുത്തതായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റി എന്താണ്? റൈറ്റ് ദ സ്റ്റെപ്പ് ഫോർ അഡ്ജസ്റ്റിംഗ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരഗ്രാഫ് ടു 0.20 സെൻറ്റിമീറ്റർ. അതായത് പാരഗ്രാഫ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം എന്ത് ചെയ്യുക? പാരഗ്രാഫ് സെലക്ട് ചെയ്യുക. ഹോമിൽ പോയിട്ട് ലൈൻ ആൻഡ് പാരഗ്രാഫ് സ്പേസിംഗ് ലൈൻ എടുക്കുക. അതിൽ പാരഗ്രാഫ് സ്പേസിംഗ് ബട്ടൺ എടുക്കുക. അതിൽ ലൈൻ സ്പേസിംഗ് സെലക്ട് ചെയ്യുക. ഓപ്ഷൻസിൽ ചൂസ് ആൻ ഓപ്ഷൻ ലൈൻ ഇൻ ദ ലൈൻ സ്പേസിംഗ് ബോക്സ്. അഡ്ജസ്റ്റ് ദ ബിഫോർ ആൻഡ് ആഫ്റ്റർ സെറ്റിംഗ്സ് ചേഞ്ച് ദ സ്പേസിംഗ് ബിറ്റ്വീൻ ദ പാരഗ്രാഫ്. നമുക്ക് എന്താണോ ആ ഒരു സ്പേസിങ് വേണ്ടത് ആ ഒരു നമ്പർ ഇവിടെ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? പാരഗ്രാഫ് പോവുക. ഏത് പാരഗ്രാഫാണോ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അതിൽ ലൈൻ ആൻഡ് സ്പേസിംഗ് പാരഗ്രാഫിൽ പോവുക. അവിടെ സ്പേസിംഗ് ബട്ടൺ ഉണ്ടാവും. ആ ലൈൻ സ്പേസിംഗ് ബട്ടൺ എന്ന് പറയുന്നത് ലൈൻ സ്പേസിംഗ് ബോക്സിൽ ഒരു
ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബിഫോറും ആഫ്റ്റർ സെറ്റിങ്സ് ഏത് സ്പേസിംഗ് ആണോ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടത്, അതായത് എത്രയാണോ കൊടുക്കേണ്ടത് അതവിടെ കൊടുത്തിട്ട് ഓക്കെ ബട്ടൺ നിൽക്കുക. അടുത്തതായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് ദ സ്റ്റെപ്പ് ഫോർ മൂവിങ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് ദ പാരഗ്രാഫ് ടു 1.5 സെൻറ്റിമീറ്റർ ഫ്രം ദ മാർജിൻ. അതായത് നമുക്ക് എന്ത് ചെയ്യണം, റൈറ്റ് ദ സ്റ്റെപ്പ് ഫോർ മൂവിങ് ഫസ്റ്റ് ലൈൻ, ഒരു പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് ലൈന് മാർജിനിൽ നിന്ന് 1.5 സെൻറ്റിമീറ്റർ മൂവ് ചെയ്യണം. അതിനുള്ള സ്റ്റെപ്സാണ്. ആദ്യം നിങ്ങൾ കേഴ്സർ എന്ത് ചെയ്യുക, പാരഗ്രാഫിൻ്റെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കുക. കേഴ്സർ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതല്ല. ഓൺ ദ ഹോം ടാബ് റൈറ്റ് ക്ലിക്ക് ആൻഡ് നോർമൽ സ്റ്റൈൽ ആൻഡ് ചൂസ് മോഡിഫൈ. അപ്പോൾ നിങ്ങൾ ആ ഒരു വിൻഡോ ഹോമിൻ്റെ അവിടെ ഇങ്ങനെ നിങ്ങൾ കുറേ ഇവിടെ ഇങ്ങനെ കുറേ ടാബ് കാണാറില്ലേ, അവിടെ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നോർമൽ സ്റ്റൈലിൽ ചൂസ് മോഡിഫൈ കൊടുക്കുക, സെലക്ട് ഫോർമാറ്റ് കൊടുക്കുക, എൻ്റെ ഏത് പാരഗ്രാഫിലാണോ അത് ഇതാക്കുക. എന്നിട്ട് ഇൻഡൻറ്റ് സ്പേസിംഗ് ടേബിളിൽ അണ്ടർ ഇൻഡൻറ്റേഷൻ സെലക്ട് ഫസ്റ്റ് ലൈന് കൊടുക്കുക, ഓക്കെ കൊടുക്കുക, പിന്നെയും ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം നടന്നിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായില്ലേ? അടുത്തതായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് ദ സ്റ്റെപ്പ് ഫോർ ഗിവിങ് ബോർഡർ ടു ദ പാരഗ്രാഫ് വിത്ത് 1 pt വിഡ്ത്ത്. അപ്പം ഇത് എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഒരു പാരഗ്രാഫിന് ബോർഡർ വിഡ്ത്ത് 1 കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് എന്ത് ചെയ്യുക, ഇൻസേർഷൻ പോയിൻ്റ് പൊസിഷൻ ചെയ്യുക, ഏത് പാരഗ്രാഫിലാണോ നിങ്ങൾക്ക് ബോർഡർ ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് ഡിസ്പ്ലേ ദ ഹോം ടാബ് ഓഫ് ദ റിബൺ, ക്ലിക്ക് ഡൗൺ, ക്ലിക്ക് ചെയ്തിട്ട് താഴെ പോവുക, എറോ നെക്സ്റ്റ് ടു ബോർഡർ ടൂള്, പാരഗ്രാഫിൻ്റെ ഗ്രൂപ്പിലുള്ള ബോർഡർ ടൂള് സെലക്ട് ചെയ്യുക. അതിൽ ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ മേക്ക് ഷുവർ ദ ബോർഡർ ടാബ് ഈസ് സെലക്റ്റഡ്. എന്നിട്ട് ആ ബോർഡർ ടാബ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഉറപ്പ് വരുത്തുക. അതിൽ അഡ്ജസ്റ്റ് വിഡ്ത്ത് എന്ത് ചെയ്യുക, 1 pt ആക്കിയതിന് ശേഷം ഓക്കെ കൊടുക്കുക. അതായത് ഈ ബോർഡർ ഷെയ്ഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതുപോലത്തെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അപ്പോൾ അതിൽ ഇവിടെ ഒരു വിഡ്ത്ത് സെലക്ട് ചെയ്യാനുണ്ടാകും. ഇവിടെ നിങ്ങൾ 1 കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു കാര്യം നടക്കും. അതായത് ഒരു പാരഗ്രാഫിന് ബോർഡർ നമുക്ക് ഈ രീതിയിൽ കൊടുക്കാൻ സാധിക്കും. അടുത്തതായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു വർക്ക്ഷീറ്റിൽ ചോദിച്ചിരിക്കുന്ന കാര്യം എന്താണ്, നമുക്ക് ഒരു സ്ക്രീനിലുള്ള ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. അതായത് സ്ക്രീൻഷോട്ട് എടുക്കണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. ഏത് കീ പ്രസ് ചെയ്താലാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുക? അതിനുള്ള സൂട്ടബിൾ കീ എന്ന് പറയുന്നത് ഈ ഒരു കീ ആണ്. നിങ്ങളെ കീബോർഡിൽ ഇതുപോലത്തെ ഒരു പ്രിൻറ്റ് സ്ക്രീൻ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണിത്. അപ്പോൾ ഇത് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് കിട്ടുന്നതായിരിക്കും. വർക്ക്ഷീറ്റ് 4 ചോദിച്ചിരിക്കുന്ന കാര്യം, യു നോ ദാറ്റ് എ കമ്പ്യൂട്ടർ ഈസ് ആൻഡ് വാട്ട് ഇറ്റ് ഈസ്. എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. കമ്പ്യൂട്ടർ ഫ്രം ദ കോമ്പോസിങ് ലെറ്റേഴ്സ് ടു മേക്കിംഗ് കോംപ്ലക്സ് അനിമേഷൻ ആൻഡ് സോഫ്റ്റ്വെയർ പ്രോഗ്രാം കമ്പ്യൂട്ടർ ഈസ് യൂസ്ഡ്. കമ്പ്യൂട്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഒരു ചാപ്റ്റർ, നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററായ വണ്ടർലാൻഡ് ഓഫ് പിക്ചേഴ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കുറേ സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ട്, പിക്ചർ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇവിടെ ഈ ടേബിളിൽ കുറച്ച് സോഫ്റ്റ്വെയർ തന്നിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ, ഡ്രോയും എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തറിഞ്ഞിരിക്കണം, ഒരു ഇമേജിനെ ഡ്രോ ചെയ്യാനും എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതൊക്കെയാണെന്നുള്ള ഒരു കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ ടെക്സ്റ്റ് പെയിൻറ്റ് യൂസ് ചെയ്യാം, ഇങ്ക്സ്കേപ്പ് യൂസ് ചെയ്യാം, എക്സ്പെയിൻറ്റ് യൂസ് ചെയ്യാം, പെൻസിൽ യൂസ് ചെയ്യാം. ഈ 4 എന്ത് ചെയ്യാം, നമുക്ക് ടെസ്റ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ അതായത് നമുക്ക് ഡ്രോ ചെയ്യാനും പറ്റും, എഡിറ്റ് ചെയ്യാനും പറ്റും. അങ്ങനത്തെ സോഫ്റ്റ്വെയർസാണ്. ഷീറ്റ് 5 നമുക്ക് ഒരു ടൂൾ ബോക്സ് തന്നിട്ടുണ്ട്. ആ ഓരോ ടൂൾ ബോക്സിലുള്ള ഓരോ ടൂൾസും എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്, അതിൻ്റെ യൂസസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പറയുന്ന കാര്യം ഇതാണ്: റെക്റ്റാങ്കിൾ ടൂൾ എന്ന് പറയുന്നത് പിക്ചറിൽ ഒരു റെക്റ്റാങ്കുലർ റീജിയനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൂവ് ടൂൾ എന്ന് പറയുന്നത് സെലക്ട് ആൻ ഇമേജ് ആൻഡ് ചേഞ്ച് എ പൊസിഷൻ.
ഓർ മൂവ് ഇറ്റ് ടു അനദർ സ്പേസ്. അതായത് ഇമേജിനെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂവ് ടൂൾ യൂസ് ചെയ്യുന്നത്. ക്രോപ്പ് ടൂൾ എന്ന് പറയുന്നത് ഒരു പിക്ചറിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബക്കറ്റ് ഫിൽ ടൂൾ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ടെക്സ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ തന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. ആ ആക്ടിവിറ്റിയിൽ ഏത് ടൂളാണ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പിക്ചർ ഉണ്ട്. ആ പിക്ചറിൽ നിന്ന് ആൽബർട്ട് ഐൻസ്റ്റീനെ മാത്രം ക്രോപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്രോപ്പ് ടൂൾ യൂസ് ചെയ്തിട്ട് ആൽബർട്ട് ഐൻസ്റ്റീനെ മാത്രം ക്രോപ്പ് ചെയ്യാൻ പറ്റും. ഗിവ് ഗ്രീൻ കളർ ടു ദ കവർ പേജ്, പ്രിപ്പയർ ജിം സോഫ്റ്റ്വെയർ. ജിം സോഫ്റ്റ്വെയറിൽ യൂസ് ചെയ്തത് കവർ പേജിന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ബക്കറ്റ് ഫിൽ ടൂൾ യൂസ് ചെയ്താൽ മതി. ടൈപ്പ് ദ സൈൻ പ്രൊജക്റ്റ് ഇൻ ദ കവർ പ്രിപ്പയർ ഇൻ ദ ജിം സോഫ്റ്റ്വെയർ. ജിം സോഫ്റ്റ്വെയറിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ആ കവർ പേജിൽ സയൻസ് പ്രൊജക്റ്റ് എന്ന് ടൈപ്പ് ചെയ്യാനായി അതിന് ടെക്സ്റ്റ് ടൂൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വർക്ക്ഷീറ്റ് നമ്പർ 6 നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ശക്തി എന്നെങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വസന്തം എന്നുള്ളത് ഈ ഒരു ഇംഗ്ലീഷിൽ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് വസന്തം എന്നുള്ളത് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇത് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഈ കീബോർഡ് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് എവിടെയാണ് വാ വരുന്നത് നോക്കുക, അതുപോലെ സാ വരുന്നത്, നാ വരുന്നത്, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഞാൻ പറഞ്ഞു തന്ന ഇതും നിങ്ങളുടെ ആൻസറും തമ്മിൽ കമ്പയർ ചെയ്താൽ നോക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്.